മുൻപുള്ള സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തീ പാറും എന്നുറപ്പാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളെല്ലാം കൂടി ഒരുമിച്ച് കൂടി നിന്ന് ഭൂതകാല പ്രൗഢിയോടുകൂടി പോരാടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നേരത്തെയുള്ള സീസണുകളിലൊക്കെ ഈസ്റ്റ് ബംഗാളിന് അത്ര കരുത്തില്ലാത്തതുകൊണ്ട് മോഹൻ ബഗാൻ അവരെ കയറി മേഞ്ഞിട്ട് പോകുന്നതായിരുന്നു പതിവ്. പക്ഷേ ഇത്തവണ മോഹൻ ബഗാൻ കരുത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിനെ പഴയതുപോലെ മേഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. മിക്കവാറും കൊൽക്കത്തയിലെ ഗാലറികളിൽ ചോര പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഗറസ് ആൻഡ് വാരിയൻസ് ആയിട്ടുള്ള ഒരു ആരാധക കൂട്ടം തന്നെയാണ്. കാരണം അവരുടെ പൊളിറ്റിക്കൽ സംസ്കാരം തന്നെ അത്തരത്തിൽ ഒത്തിരി അക്രമാത്മകതയൊക്കെ ഉള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ പൊളിറ്റിക്സിലേക്ക് പോകണം, അതവിടെ നിൽക്കട്ടെ. സോ അവർ പരാജയപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അവർക്ക് അപ്പം ആക്രമണ സ്വഭാവമൊന്നും ഇല്ലാത്തത്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള കളിയിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും എല്ലാം ഓടിച്ചിട്ട് മോഹൻ ബഗാൻ ഫാൻസിനെ ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് അടിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഈസ്റ്റ് ബംഗാൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമ്പരാഗതമായിട്ട് ഇത്തിരി പരിപാടി ഉള്ളതാണ്. അവർ ഇത്രയും നാൾ ചുരുണ്ടുകൂടി കിടന്നത് അവർ പരാജയപ്പെട്ട് നാണം കെട്ട് പോകും എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷെ അവർ കൂടുതൽ കരുത്തർജിച്ച് കഴിയുമ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിലടക്കും. മോഹൻ ബഗാന്റെ കലകളിയും ആഹ്ലാദ പ്രകടനങ്ങൾ അതിലടക്കും. രണ്ടാളുകളും തമ്മിൽ മഹായുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. കൊൽക്കത്തയിലെ മറ്റൊരു പരമ്പരാഗത ശക്തികളായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കരുത്ത് കൂട്ടി വരുമ്പോൾ ഇത്തവണ കൊൽക്കത്തയിലെ മത്സരങ്ങളിൽ തീ പാറും എന്നുറപ്പാണ്. സാധാരണ കൊച്ചിയിലെ മത്സരങ്ങളിൽ മാത്രമാണ് നമ്മൾ പുൽപ്പറപ്പുകളിൽ തീ വടക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും അറിയില്ല. കാരണം നിങ്ങൾ ഈസ്റ്റ് ബംഗാളിന്റെ ലൈനപ്പ് നോക്കിയാൽ ജീക്സനെ സ്വന്തമാക്കി, അത് ലേറ്റസ്റ്റ്. അതിനും അവർ ദിമിയെ സ്വന്തമാക്കി. ഓൾമോസ്റ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൈസിനെ എല്ലാവരും തൂക്കിയിട്ടുണ്ട്. ഇവാന്റെ പിള്ളേരെ മൊത്തം തൂക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. അതോടെ നിൽക്കട്ടെ. തലാലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലൈറ്റൻ സിൽവ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ ഐ ലീഗിൽ നിന്നും ക്രീൻ സ്ട്രൈക്കറെ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയിലെയും മികച്ച താരങ്ങളെ ഈസ്റ്റ് ബംഗാൾ നമ്മുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോപ്പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലേയേഴ്സിനെ ഓപ്പൺ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന പരിപാടിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ലീഗ് തയ്യാറെടുത്തിരുന്നു. തങ്ങളുടെ താരങ്ങളെല്ലാം ഓപ്പൺ സ്റ്റേഡിയത്തിൽ അനൗൺസ് ചെയ്യാൻ പറയുന്ന പരിപാടി മോഹൻ ബഗാൻ തയ്യാറെടുത്താണ്. ഇപ്പം ഈസ്റ്റ് ബംഗാൾ ജിക്സൺ സിംഗ് തനാജിന്റെ അനൗൺസ്മെന്റ് അത്തരത്തിൽ ഓപ്പൺ ആയിട്ട് CFL രീതിയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഇവർ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ആ പ്രതാപപൂർവമായ ഭൂതകാലത്ത് വങ്കനാടിന്റെ ഫുട്ബോളിന്റെ ചോര പടരുന്ന സൗന്ദര്യവും പോരാട്ട വീര്യവും ഇത്തവണ വീണ്ടും സന്നിവേശിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.